ഫോട്ടോഗ്രാഫി ക്ലാസ്സുകളെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഓൺലൈൻ ഫോട്ടോഗ്രാഫി ക്ലാസ് ഓഫ്ലൈൻ ക്ലാസ് ആയാലും ഓൺലൈൻ ക്ലാസ് ആയാലും ഒരു കൃത്യ സമയത്ത് വന്നിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അത്തരക്കാരെ സഹായിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനായിട്ട് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണിത്. ഇത് നിങ്ങൾക്ക് ഒരു സെർവറിലേക്ക് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് സമയത്താണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത് ആ സമയത്ത് ലോഗിൻ ചെയ്യാം. അവിടെ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകൾ റെഡി ആയിട്ടുണ്ടാവും. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ വരും. അപ്പോൾ അതിൻ്റെ മറ്റേ അറ്റത്ത് ഞാൻ ഫുൾ ടൈം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് സമയത്തും ജസ്റ്റ് ഒരു കോൾ ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അതോ അല്ലെങ്കിൽ സൂമിൽ വരാം. ഏത് രീതിയിലായാലും നിങ്ങൾക്ക് എന്നെ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. ആ സ്പോട്ടിൽ നിങ്ങളുടെ സംശയങ്ങൾ തീർത്തരാം. പിന്നെ ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി ആയിട്ട് ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫിയിൽ വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊന്നും ഒഴിവാക്കിയിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട പ്രത്യേകത. 240ഓളം അധ്യായങ്ങളിലൂടെ നിങ്ങൾക്ക് 3 മാസം കൊണ്ട് നിങ്ങൾ ഈ ക്ലാസ്സുകൾ തീർക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയറായി കിട്ടും. മിറർലെസ് ക്യാമറകളിലേക്ക് പോകണോ, അല്ല ഞാൻ DSLR കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെയുള്ള ഏത് ലെൻസ് ചൂസ് ചെയ്യണം, ഏത് ഫ്ലാഷ് വാങ്ങിക്കണം, ട്രൈപോഡ് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതുപോലെ എങ്ങനെയാണ് ഞാനൊരു സിറ്റുവേഷനിലെത്തി ഒരു സ്പോർട്സ് ഫോട്ടോഗ്രാഫി എങ്ങനെ ചെയ്യണം, ഒരു വൈൽഡ് ലൈഫിൽ ഞാൻ പോകുന്നെങ്കിൽ എന്ത് ചെയ്യണം, ഇനി വളരെ തൊഴിലായിട്ട് സ്വീകരിക്കുന്ന കൊമേഴ്ഷ്യൽ ഫോട്ടോഗ്രാഫി അഥവാ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുന്നെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി സീരിയസ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു ഹോബി അല്ലെങ്കിൽ ഒരു തൊഴിലായിട്ട് സ്വീകരിച്ചവർക്ക് അതിലൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ ഈ ക്ലാസ് നിങ്ങളെ സഹായിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഫോട്ടോഗ്രാഫി താല്പര്യമുണ്ട്, ഒരു ക്യാമറ വാങ്ങിച്ചതിന് ശേഷം പഠിക്കാം എന്ന് തീരുമാനിച്ചിട്ടുള്ള ആൾക്കാർ പ്ലീസ് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം ക്യാമറ വാങ്ങാൻ തീരുമാനിക്കുക. നിങ്ങൾക്ക് 3 മാസത്തെ ടൈമുണ്ട്. നിങ്ങൾ ഒരു ശരാശരി ഒരു ദിവസം 2-3 മണിക്കൂർ വെച്ച് ഈ ക്ലാസ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 മാസം കൊണ്ട് ഈ ക്ലാസ് തീർക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾ ക്യാമറ വാങ്ങിക്കുക. എന്നിട്ട് നിങ്ങൾ വീണ്ടും ഈ ക്ലാസ്സിന് 3 മാസത്തെ ടൈമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ വീണ്ടും ഈ ക്ലാസ് ഒന്നുകൂടെ കേൾക്കുക. നിങ്ങളുടെ ക്യാമറയിൽ ഞാൻ പറയുന്നതനുസരിച്ചുള്ള സെറ്റിങ്സ് ചെയ്തിട്ട് ഞാൻ പറയുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പുവരുത്തുക. അഥവാ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും റിസൾട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ആ റിസൾട്ട് അച്ചീവ് ചെയ്യണമെന്ന് വീണ്ടും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യം കിട്ടുന്നത് ഒരു ഇൻട്രൊഡക്ഷൻ സെഷനാണ്. അതിനകത്ത് ഏകദേശം 3ഓളം പാഠങ്ങളാണുള്ളത്. അത് പ്രധാനമായിട്ടും ഒരു ഇൻട്രൊഡക്ഷൻ, പിന്നെ എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ എന്നുള്ള സെഷനിൽ പറയുന്നത്. രണ്ടാമത്തെ സെഷനിൽ തൊട്ടാണ് ശരിക്കും ഫോട്ടോഗ്രാഫി ക്ലാസ് ആരംഭിക്കുന്നത്. അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോഗ്രാഫി, അങ്ങനെ ഒരുപാട് DSLR ക്യാമറ, മിറർലെസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, വ്യൂ ഫൈൻഡറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അങ്ങനെ ഒത്തിരി ഷട്ടർ റിലീസ് ബട്ടൺ, അതേപോലെ എങ്ങനെയാണ് പ്രിവ്യൂ കാണേണ്ടത്, ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ ക്യാമറ മെനുവിൽ പോയിട്ട് അതിൻ്റെ പ്രീവ്യൂ എടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും. പിന്നെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഓരോരോ അതായത് ടെക്നിക്കലും ക്രിയേറ്റീവും ഒക്കെ ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്ന 3ാമത്തെ ചാപ്റ്ററിൽ എന്തുകൊണ്ട് നമ്മൾ മാനുവൽ മോഡ് ഉപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വിശദമായ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പർച്ചർ, സെൻസർ, പിക്സൽ, അതേപോലെ ഡൈനാമിക് റേഞ്ച്, കളർ കളർ സ്പേസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നുണ്ട്. ഏകദേശം 12ഓളം അധ്യായങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നത് പിന്നെ മാനുവൽ എക്സ്പോഷറിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അതിന് മാനുവൽ എക്സ്പോഷറിൽ എങ്ങനെയാണ് ഡെപ്ത് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യേണ്ടത്, ഒരു മൂവ്മെൻറ്റ്സിനെ എങ്ങനെ ഫ്രീസ് ചെയ്യണം, എങ്ങനെ ഒരു ഡെപ്ത് കൺട്രോൾ, ഇങ്ങനെ തുടങ്ങി ഏകദേശം 10ഓളം അധ്യായങ്ങളാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവുക. പിന്നെ വരുന്നത് ഫോക്കസിൻ്റെ ഭാഗമാണ്. ഫോക്കസിൽ ബാക്ക് ബട്ടൺ ഫോക്കസ് എന്താണ്, എങ്ങനെയാണ് ഫോക്കസ് ഹണ്ടിങ് എങ്ങനെ ഒഴിവാക്കാം, ആക്റ്റീവ് പാസീവ് ഫോക്കസിങ് എന്താണ്, ഫോക്കസ് പോയിൻറ്റ്സ് എങ്ങനെ യൂസ് ചെയ്യണം, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇതിൻ്റെ 5ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത്. 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് വിശദമായിട്ട് മീറ്ററിംഗ് മോഡ്സിനെ കുറിച്ച് 3 അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നെ 7ാമത്തെ അധ്യായം മുതൽ വൈറ്റ് ബാലൻസ് ആണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. ഏകദേശം 7ഓളം ലെസൺസിൽ നിങ്ങൾക്ക് വൈറ്റ് ബാലൻസിൻ്റെ എല്ലാ സെറ്റിങ്സും, അതായത് പ്രീസെറ്റ് വൈറ്റ് ബാലൻസ്, കസ്റ്റം വൈറ്റ് ബാലൻസ്, അതേപോലെ കെൽവിൻ എങ്ങനെ ഉപയോഗിക്കണം, അതേപോലെ ഒരു കസ്റ്റം വൈറ്റ് ബാലൻസ് കാർഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് പ്രീസെറ്റ് സെറ്റ് ചെയ്യേണ്ടത്, പ്രീസെറ്റ് വൈറ്റ് ബാലൻസ് സെറ്റ് ചെയ്യേണ്ടത്, ഇങ്ങനെ
നിരവധി കാര്യങ്ങൾ ആ ഭാഗത്ത് പറയുന്നുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ വരുന്നതാണ് പിക്ചർ സ്റ്റൈൽസ്, അതെങ്ങനെ യൂസ് ചെയ്യണം, ക്രിയേറ്റീവ് പിക്ചർ സ്റ്റൈൽ എങ്ങനെ ഉപയോഗിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. 9ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഫയൽ ഫോർമാറ്റുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ്. ആസ്പെക്ട് റേഷ്യോ, ഫയൽ ഫോർമാറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്. 10ാമത്തെ ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ക്യാമറയുടെ ഡ്രൈവ് മോഡുകൾ, ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതേപോലെ കുറേ കാര്യങ്ങൾ 3 അധ്യായങ്ങളിലായിട്ട് ആ ഭാഗത്ത് പറയുന്നുണ്ട്. 11ാമത്തെ ചാപ്റ്ററിൽ ക്യാമറ മോഡുകളെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പർച്ചർ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, മാനുവൽ മോഡ്, അതേപോലെ പ്രോഗ്രാം മോഡ്, അങ്ങനെ ബൾബ് മോഡ്, അങ്ങനെ കുറേ മോഡുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെ കൃത്യമായിട്ട് നിക്കോണിൽ ഉപയോഗിക്കുന്ന ടൈം മോഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് വിശദമാക്കുന്നുണ്ട്. 12ാമത്തെ ചാപ്റ്റർ മുതൽ ഫ്ലാഷിനെ കുറിച്ചാണ്, ലൈറ്റുകളെ കുറിച്ചും ഫ്ലാഷുകളെ കുറിച്ചും വിശദമായിട്ട് ഒത്തിരി അധ്യായങ്ങൾ അതിലുണ്ട്. 23 പാഠങ്ങളിലായിട്ട് ലൈറ്റിനെ കുറിച്ച് തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ലെൻസുകളെ കുറിച്ചിട്ട് ലെൻസുകളും 16ഓളം പാഠങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 14ാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ 13ാമത്തെ ചാപ്റ്ററിൽ പറയുന്നത് ട്രൈപോഡുകളെ കുറിച്ചാണ്. ട്രൈപോഡുകളെ കുറിച്ച് 7 അധ്യായങ്ങളിലായിട്ട് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ക്യാമറയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ആക്സസറീസ്, അല്ലെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന മെമ്മറി കാർഡ്, ബാറ്ററി ഗ്രിപ്പുകൾ, അതുപോലെ ഡ്രൈവ് ബോക്സ്, ബാക്ക് പാക്ക്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ 16ാമത്തെ അധ്യായം മുതൽ നമ്മൾ കുറച്ചുകൂടെ ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. അവിടെ തൊട്ട് നമ്മൾ കമ്പോസിഷനെ കുറിച്ചാണ് പഠിച്ചു തുടങ്ങുന്നത്. ഇതിനകത്ത് ഓരോ കമ്പോസിഷനിൽ നിങ്ങളുടെ മുന്നിൽ വരാൻ സാധ്യതയുള്ള ഒട്ടുമിക്ക ചലഞ്ചിനെ കുറിച്ചും വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 47 അധ്യായങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ, ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇത് നിങ്ങൾക്ക് ശരിക്കും വർത്തായിട്ടുള്ള ഒരു സെഷനായി ഈ കമ്പോസിഷൻ എന്നുള്ളത്. കാരണം ഇന്ന് ഫോട്ടോഗ്രാഫിയിൽ പാലിച്ചു വരുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും അതിനകത്ത് കവർ ചെയ്ത് പോയിട്ടുണ്ട്. 17ാമത്തതിൽ നിങ്ങൾ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഫയൽ കോപ്പി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആ ഫയലിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കണം, ഒരു പ്രൊഫഷണലി എങ്ങനെയാണ് നമ്മൾ ഫയലുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് നല്ല വിശദമായിട്ട് 3 അധ്യായങ്ങളിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ തൊട്ട് പുറകെ വരുന്ന 18ാമത്തെ ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോഗ്രാഫി, ടെക്നിക്കലി ഫോട്ടോഗ്രാഫി എങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം, എന്തൊക്കെയാണ് ഇതിൻ്റെ കാറ്റഗറീസ്, ഇത് ഓരോ ഫോട്ടോഗ്രാഫിക്കും നമുക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ക്യാമറയുടെ സെറ്റിങ്സിലും അതേപോലെ ടെക്നിക്കലി അതിൻ്റെ പ്രത്യേകത വെച്ചിട്ട് എങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് എന്നുള്ളത് 33 അധ്യായങ്ങളിലായിട്ട് നമുക്ക് വിശദമാക്കി തന്നിട്ടുണ്ട്. ഇത് ഒരുവിധം നിങ്ങൾക്ക് വരുന്ന എല്ലാ ചലഞ്ചുകളും ഇതിൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ എല്ലാ സംശയങ്ങളും ഈ ഒരു സെഷനിൽ നമുക്ക് മാറി കിട്ടും. പിന്നെ അതിൻ്റെ താഴെ വരുന്നതാണ് പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ. അപ്പോൾ പറഞ്ഞു തന്ന ടൈപ്സ് ഓഫ് ഫോട്ടോഗ്രാഫികൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലി ക്യാമറയിൽ ചെയ്തിട്ട് കാണിച്ചു തരുന്നത്, പോസ്റ്റ് പ്രൊഡക്ഷൻ അടക്കം അതിനകത്ത് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെഷനിൽ ഏകദേശം 6 ചാപ്റ്റർ ലെസൺസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇതിൻ്റെ തൊട്ട് താഴെ പിന്നെ നിങ്ങൾ കുറച്ചുകൂടെ അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ, അതായത് നിങ്ങളിപ്പോൾ ഏകദേശം ഒരു ഫോട്ടോഗ്രാഫിയുടെ കമ്പോസിഷൻ, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് ഫോട്ടോഗ്രാഫി, മാനുവലി എങ്ങനെയാണ് എക്സ്പോഷർ കൺട്രോൾ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ 19 ചാപ്റ്ററുകളിൽ ഇത്രയും 200ഓളം പാഠങ്ങളിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞാൻ ഏതൊരു മേഖലയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നാണ്. അതിന് പ്രൊഫഷണലി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും, എങ്ങനെയാണ് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുക, അതേപോലെ അത്രയധികം ചാലഞ്ചിങ് കോമ്പറ്റീഷൻ ഉള്ള ഒരു മാർക്കറ്റിൽ എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ 20ഉം 21ാമത്തെ അധ്യായത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 21ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി, ബേർഡിങ്, പിന്നെ സ്പോർട്സ്, മാക്രോ ഫോട്ടോഗ്രാഫി, ഫാഷൻ, ട്രാവലിംഗ്, ഏരിയൽ ഫോട്ടോഗ്രാഫി, അങ്ങനെ നിരവധി മേഖലകളെക്കുറിച്ച്, അതായത് നമ്മൾ ഫോട്ടോഗ്രാഫി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന മേഖലകളെക്കുറിച്ച്, വ്യത്യസ്തങ്ങളായ മേഖലകൾ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന മേഖലകളെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഫൈനലി 22ാമത്തെ അധ്യായത്തിൽ നമ്മൾ കുറച്ച് ഫോട്ടോസിൻ്റെ സാമ്പിൾ കണ്ടിട്ട് അതെങ്ങനെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവുക, അതിൻ്റെ ടെക്നിക്കൽ സൈഡ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ ഈ ഒരു പാഠം, നമ്മുടെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാണ്. 240 പാഠങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. മൊബൈൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ പറ്റും. കാരണം കമ്പോസിഷനാണ് മൊബൈൽ ഫോട്ടോഗ്രാഫിയും DSLR ക്യാമറയിലും കോമൺ ആയിട്ട് വരുന്ന കാര്യം. DSLR ക്യാമറക്കായിട്ട് പ്രത്യേകമായിട്ട് ടെക്നിക്കലി കുറേ കാര്യങ്ങളുണ്ടെങ്കിലും കമ്പോസിഷൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയ എല്ലാ ഫോട്ടോഗ്രാഫിക്കും ഒരേപോലെ
തന്നെയാണ്. അപ്പോൾ കമ്പോസിഷൻ്റെ ഏകദേശം ഒരുപാട് പാഠങ്ങൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഏതൊക്കെ രീതിയിൽ ഒരു ഒബ്ജക്റ്റിനെ ഫ്രെയിം ചെയ്തെടുക്കാം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതേപോലെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ക്യാമറ വാങ്ങിക്കാനോ അല്ലെങ്കിൽ ഈ ഫീൽഡിലോട്ട് എങ്ങോട്ട് തിരിയണം എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് എന്നാൽ കഴിയുന്ന എല്ലാ സഹായവും നിങ്ങൾക്ക് ഞാൻ അതിന് ചെയ്തു തരുന്നതായിരിക്കും. ഈ ക്ലാസ്സിന് രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ വെച്ചിട്ട് നേരിട്ട് ഈ ലിങ്കിൽ, ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ലിങ്കിൽ വെച്ചിട്ട് നേരെ നിങ്ങൾക്ക് പോയി ലോഗിൻ ചെയ്യാം. അതേപോലെ സ്പോട്ടിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അവിടെ ഒരു ഡിലേ ഉണ്ടാവില്ല. ഇനി ഓൺലൈൻ പേയ്മെൻറ്റിന് ഏതെങ്കിലും രീതിയിൽ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അതിനൊരു മെത്തേഡ് കയ്യിലില്ലാത്തവർ അല്ലെങ്കിൽ മാനുവലി പേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗൂഗിൾ പേ, റേസർ പേ, പേപ്പാൽ, പേടിഎം, അതേപോലെ ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫറൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ ആണോ അല്ല പേടിഎം ആണോ ഏത് തന്നെ ആയിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നവർ അല്ലെങ്കിൽ മാനുവലി പേ ചെയ്യുന്നവർ നിങ്ങൾ പേ ചെയ്ത സ്ലിപ്പും അതേപോലെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സും ആയിട്ട് ഈ കാണുന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്കപ്പോൾ ലോഗിൻ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഫ്രീ സെഷൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൻ്റെ ഞാൻ താഴെ കൊടുത്തിട്ടുള്ള ഈ ലിങ്കിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഒരു ഫ്രീ സെഷൻ എന്ന് കാണാൻ സാധിക്കും. ആ ഫ്രീ സെഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അവിടെ ആ ഫ്രീ സെഷൻ കാണാൻ നിങ്ങളൊരു ഇമെയിൽ അഡ്രസ്സും എന്തെങ്കിലും ഒരു പാസ്വേഡ് അവിടെ കൊടുക്കേണ്ടതായിട്ടൊരു ആവശ്യമുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫീ പേ ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ഇമെയിൽ അഡ്രസ്സ് ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ക്ലാസ്സും ഞങ്ങൾ മാനുവലി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫോട്ടോഗ്രാഫി ഒരു തൊഴിലായി സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും അതുപോലെ ഒരു ഫോട്ടോഗ്രാഫി ഹോബിയായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് കംപ്ലീറ്റ്ലി ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും മലയാളത്തിലാണ് ഈ ക്ലാസ്സുകൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വിധത്തിലും അതിലൊരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ ഡൗട്ടോ വരാൻ സാധ്യതയില്ല. അങ്ങനെ എന്തെങ്കിലും വന്നാൽ തന്നെ അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫുൾ ടൈം ഞാൻ ഈ മറ്റേ അറ്റത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ടെക്നിക്കൽ ഓൺലൈൻ ട്രെയിനിങ്ങിൽ ഒരു പുതിയ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ലൂമിന ട്രെയിനിങ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിലേക്ക് എത്താം.